നമ്മളിപ്പം വീഡിയോ ചെയ്യുന്നത് നമ്മുടെ SD പക്ഷേ EVM എന്ന് പറഞ്ഞൊരു സർവീസ് സെന്റർ കാരണം മാത്രമാണ് അതിലോട്ട് പോകുന്നത്. എന്ത് പറ്റി EVM-ന്റെ ഒരു സംഭവം? ഇവരുടെ വൈപ്പർ ബ്ലേഡിന്റെ ക്വാളിറ്റി എത്ര പോരാ. ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിസ് മച്ചാൻസ് വ്ളോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിയ സെൽത്തോസ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും പുതിയ SUV അല്ലെങ്കിൽ കോമ്പാക്ട് XUV കൊണ്ടുപോകുന്നത് നമ്മുടെ കിയയാണ്. അപ്പം കിയ എല്ലാവരുടെയും ഫേവറേറ്റ് വെഹിക്കിളും കൂടെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക്. ഈ വണ്ടിയുടെ യൂസർ റിവ്യൂ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ക്ഷണിക്കുന്നത് സുദർശനെയാണ്. ആൻഡ് ഫാമിലി ഉണ്ട്. വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സുദർശൻ, ആളുടെ വൈഫാണ് അക്ഷര. അപ്പോൾ ഇവരാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ കിയ സെൽത്തോസ് IMTയുടെ പ്രൗഡ് ഓണർ, അതും ഡീസൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷനാണ് നമ്മളിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സുദർശൻ ബ്രോ. ആൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട്. സ്റ്റോക്കേഴ്സ് ഗ്യാരേജ് എന്ന് പറഞ്ഞ ഒരു പ്രീമിയം ബൈക്കുകളൊക്കെ സർവീസ് ചെയ്യുന്നു, അതുപോലെ ആക്സിഡൻറ്റ് ക്ലെയിമുകളൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. എന്ന് വെച്ചാൽ യമഹ, ബജാജ്, KTM ഇതുപോലുള്ള വണ്ടികളെല്ലാം എടുക്കുന്നൊരു സ്ഥാപനം കൂടെയാണ്. ഇപ്പോൾ അക്ഷര ഒരു സൊസൈറ്റി വർക്ക് ചെയ്യുകയാണ്. ഇപ്പം ഒരു ചെറിയ ആളല്ല, അത്യാവശ്യം ഒരു വലിയ ആൾ തന്നെയാണ്. സ്ഥിരം കൊണ്ടുപോകുന്ന വണ്ടിയാണ് നമ്മുടെ കിയ വണ്ടി. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ആളോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ബ്രോ, ഈ വണ്ടി എവിടെ നിന്നാണ് എടുക്കുന്നത്? കോടിമത ഇഞ്ചിയോൺ കിയ എടുക്കുന്നത്. കോടിമത ഇഞ്ചിയോൺ കിയ. അപ്പോൾ ഈ ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് നമുക്കൊരു നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ വീട്ടിലായിട്ട് ഫാമിലിയിൽ കളർ സെലക്ഷൻ അല്ലേ? അപ്പം കളർ സെലക്ഷൻ നമ്മൾ ഉദ്ദേശിച്ച കളറുകൾ കിട്ടും. ഏത് കളറായിരുന്നു മനസ്സിലുണ്ടായിരുന്നു? ഞങ്ങൾ രണ്ടുപേരെ മനസ്സിൽ ബ്ലാക്ക് കളർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. ബ്ലാക്ക് എടുക്കണമെന്നായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം ഇവര് പറഞ്ഞു ബ്ലാക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാനൊക്കെ പാടാണ്. എന്നാലും ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ തന്നെയാണ് എനിക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ആ ഒരു സമയത്ത് ബ്ലാക്ക് ഭയങ്കര ഡിമാൻഡിങ് ആയിരുന്നു. കിട്ടാൻ താമസം എടുത്തോ? എത്ര ദിവസം? ഇല്ല, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ബുക്ക് ചെയ്ത സമയത്ത് പൈസ അടയ്ക്കുന്ന കേസ് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ പൈസ എടുത്തപ്പോൾ ചേട്ടാ അവിടെ സോജി എന്ന് പറഞ്ഞൊരു റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. പുള്ളി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് പുള്ളിയുടെ. നമുക്ക് അവിടെ പോയി ചെന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് വേറെ വണ്ടി നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ തന്നെ തോന്നുന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ ഇതുപോലെ വണ്ടി വേണം. അപ്പോൾ ചേട്ടാ എന്തായാലും നീ പൈസ അടച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച എന്തായാലും എടുക്കും വണ്ടി വരാൻ വേണ്ടി, നമുക്ക് അലോട്ടായി വരണം എന്ന് പറഞ്ഞു. പക്ഷേ 2 ആഴ്ച എന്നുള്ള വെറും 3 ദിവസം കൊണ്ട് വണ്ടി പുള്ളി സെറ്റാക്കി തന്നു. വാഹനം ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വൈഫും കൂടെയാണ്. സ്വാഭാവികമായിട്ട് വാഹനങ്ങളെക്കുറിച്ച് അത്യാവശ്യം ഐഡിയ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ കോമ്പറ്റീറ്ററാണ് മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാറ എന്ന് പറഞ്ഞ വണ്ടി, അതുപോലെ ടൈഗുൺ വണ്ടി, ഹുണ്ടായി ക്രെറ്റ, ഇതൊക്കെ നമ്മുടെ ഒരു കോമ്പറ്റീറ്ററാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വണ്ടികളുണ്ട്? എന്തുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയി നോക്കിയെന്നാണ് നമ്മുടെ ടൊയോട്ടയുടെ തന്നെ ഹൈറൈഡർ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ശരി. അപ്പോൾ അത് ഓടിച്ച് നോക്കിയപ്പം എനിക്ക് സത്യം നമ്മൾ സസ്പെൻഷനും എല്ലാം നോക്കി. കാര്യം പോളോ ആയിരുന്നു എൻ്റെ വണ്ടി. അപ്പോൾ സസ്പെൻഷനും എല്ലാം നമ്മൾ നോക്കി തന്നെ ആയിരിക്കും. അങ്ങനെ അത് പോയി നോക്കി ഓടിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാര്യം നമ്മൾ ഡ്രൈവിംഗ് ആണ് ഏറ്റവും കൂടുതൽ ആ ഒരു ക്രേസാണ്. അപ്പോൾ നമുക്ക് ഓടിക്കാറുണ്ടോ? ഓടിച്ചിട്ടുണ്ട്. ഇഷ്ടമാണോ വണ്ടി ഓടിക്കാൻ? ഇഷ്ടമാണ്. അപ്പം നമ്മളന്നേരം ഓടിച്ചപ്പോൾ ആ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിനോട് എനിക്ക് താല്പര്യം വന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ ഗ്രാൻഡ് വിറ്റാരം കൂടെ നോക്കി. പക്ഷെ അതാണെങ്കിലും സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ അത് പോയില്ല. പിന്നെ മെയിൻ ഫോക്സോവാൻ, നമ്മൾ ഫോക്സോവാനാ നേരത്തോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ പോളോ എനിക്കുണ്ട്. അങ്ങനെ ഫോക്സോവാൻ്റെ ടൈഗൺ ഓടിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ നല്ലപോലെ ഇഷ്ടപ്പെട്ടു എനിക്ക് ആ വണ്ടി. പക്ഷെ അത് ഇഷ്ടപ്പെട്ടെങ്കിലും പക്ഷെ അത് EVM എന്ന് പറഞ്ഞൊരു സർവീസ് സെന്റർ കാരണം മാത്രമാണ് അതിലോട്ട് പോകുന്നത്. ഒരു സംഭവം അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പോളോ 2014 എടുത്താ. ആ സമയത്ത് 2021 എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് സർവീസിന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. സാറേ 12,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 സർവീസ് ഫ്രീ ആണ്. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ? പറഞ്ഞു 12,000 ഇനിഷ്യൽ പേയ്മെന്റ് ചെയ്യണം, നിങ്ങൾ സാറിനകത്ത് 2022 സർവീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നു. ഓക്കെ, അങ്ങനെ 2022, 21 ചെയ്തു, 22 ചെയ്തു. 23 എന്നോട് ചോദിച്ചു സാറേ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട്, 4,000 രൂപയ്ക്ക് നിങ്ങളുടെ വണ്ടി സർവീസ് ചെയ്യുന്നു. അപ്പം ഞാൻ ഓർത്തിടവ് ജോക്ക് 390 ഇവിടെ ഷോറൂമിൽ ചെയ്യുമ്പോൾ 5,000 രൂപ 6,000 രൂപ വരും. നമ്മളവിടെ ചെയ്യുമ്പോൾ 3,500 രൂപ ബൈക്കിന് വരും. പിന്നെ എങ്ങനെ ഈ പോളോ ഈ റേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ ഡൗട്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ മെക്കാനിക്കിനോട് ഷെയർ ചെയ്തു. അപ്പോൾ അവർ നമ്മുടെ തിരുവല്ലയിൽ നിന്ന് ഇവിടെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നു. ഞാൻ എടുത്ത് അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ആൾ വന്നിരിക്കും വണ്ടി എടുക്കാൻ. ഞാൻ ചേട്ടാ ഞാൻ തരുന്നില്ല, കാര്യം പെട്രോൾ കാശ് തരണമല്ലോ അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഞങ്ങളങ്ങനെ വണ്ടി എഞ്ചിൻ ഞങ്ങൾ തന്നെ ചെയ്യാൻ വെച്ചു. അങ്ങനെ ഓയിലെല്ലാം മേടിച്ച് ഡ്രെയിൻ ചെയ്ത സമയത്ത് ടാറ് പോലാണ് ഓയിൽ വരുന്നത്. അതായത് ഈ 2 കൊല്ലം ഇവന്മാർ ഓയിൽ മാറിയിട്ടില്ല. ഓയിൽ മാറാണ് ചെയ്യുന്നത്. അതായത് അപ്പം തന്നെ എനിക്ക് നമ്മൾ തന്നെ വല്ലാണ്ടായിപ്പോയി. കാര്യം നമ്മൾ അത്ര വിശ്വസിച്ച് തന്നെ ഷോറൂമിൽ ഏൽപ്പിക്കണേ. ആ സമയത്ത് ഓയിൽ വരെ ഡ്രെയിൻ നമുക്ക് മെക്കാനിക്കൽ ഫീൽഡ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓയിലൊക്കെ ചോക്കായിട്ട് ടാറ് വരുന്നവരാണ് ഈ ഓയിൽ വരുന്നത്. ആദ്യത്തെ വർഷം എൻ്റെ വണ്ടി 15 കിലോമീറ്റർ ഓടിച്ചു. സെക്കൻഡ് സർവീസിൽ ഓയിൽ മാറിയെന്ന്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് തന്നെ 700 ഓടിച്ചുള്ളൂ. അതുകൊണ്ട് വണ്ടി രക്ഷ. അന്നേ സമയത്ത് തന്നെ മൈലേജ് പോയായിരുന്നു. ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂ ആയി. ഒരു വൈഫ് നമ്മൾ ഇങ്ങനെ ഒരു അനുഭവം കിട്ടിയപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ലേ? ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് തന്നെ എനിക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. വോൾസ്വാഗന്റെ പ്രീമിയം ബ്രാൻഡ് അല്ലേ, അത് നമ്മൾ
ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇതൊരു കാരണം കൊണ്ട് ഞാനും പറഞ്ഞു സർവീസ് നല്ലതാണെങ്കിലല്ലേ നമ്മൾ വണ്ടി എടുത്തിട്ട് കാര്യം. കാരണം ഒരിക്കലും നമ്മുടെ ഇവരായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒരു വണ്ടി എടുത്തുകൂടെ കഴിയുന്നില്ല. അദ്ദേഹം ഇഷ്ടപ്പെട്ട ചൈഗുണ്ട് ഒരു ബ്രാൻഡ് എടുക്കാതെ തന്നെ ഏറ്റവും വലിയ കാര്യം EVM-ന്റെ ആ ഒരു സർവീസ് കൊണ്ട് മാത്രം. ഞാൻ നോക്കിയ സമയത്ത് EVM എന്ന് പറഞ്ഞാൽ മോണോപോളിയാണ്. കേരളത്തിൽ അവർ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സർവീസ് സെന്റർ ഇല്ല. പിന്നെ നമ്മൾ നേരെ പോയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇഞ്ചിയോൺ നിപ്പോൺ ഗ്രൂപ്പിന്റെ ആണ്. നിപ്പോൺ ഗ്രൂപ്പിന്റെ സർവീസ് പൊളിയാണ്. ഇഞ്ചിയോനെ കുറിച്ച് റിവ്യൂ നോക്കുമ്പോൾ നല്ലൊരു റിവ്യൂ ആണ്. നമ്മൾ വണ്ടി എടുക്കാൻ തന്നെ ഞായറാഴ്ചയാണ് ഞാൻ നോക്കാൻ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴുള്ള അവരുടെ റെപ്രസെന്റേറ്റീവിന്റെ ഇടപെടലിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. കാര്യം അന്നൊരു GT എന്നെ കാണിച്ചത്. GT അപ്പോൾ ഞാൻ GT എനിക്ക് മൈലേജാണ് മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി ചെന്നപ്പോഴത്തേക്കുമാണ് ഈ വണ്ടി ഒരു വണ്ടി ഇടയ്ക്കുണ്ട്. അപ്പം എന്നെ കാണിച്ച് ഇതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റാ. ഇത് HDX Plus എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന് താഴത്തെ വേരിൽ എന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് ബോസിന്റെ സൗണ്ട് സിസ്റ്റം വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ മേളത്തെ വേരുന്നുണ്ട് സാർ, അത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ വണ്ടി എനിക്ക് വീട്ടിൽ കൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് വന്നു, ഓടിച്ചു. പിന്നെ വേറെ വണ്ടി നോക്കാൻ പോയില്ല. കാര്യം കിയ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ നോക്കുന്ന മൈലേജ് അതുണ്ട്. ഇന്ത്യയിൽ അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ലുക്ക് വൈസ് ഇഷ്ടമാണോ വണ്ടി? ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഫാമിലി കാറായി മാറിയിരിക്കുകയാണ് നമ്മുടെ കിയ. 5 വർഷം മുമ്പെയാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എൻ്റർ ചെയ്യുന്നത്. ആ സമയത്ത് അവർ ശരിക്കും എത്തിയത് SUV വണ്ടികളായിട്ടാണ്. പക്ഷേ അതെല്ലാം നമ്മുടെ ഫാമിലി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? ഇപ്പോൾ ഏകദേശം ഒരു 5500 കിലോമീറ്റർ ഓടിച്ചു. 5500 ഒരു എടുത്തൊരു 3 മാസമായിട്ടുള്ളൂ. 1500 ഓടിച്ചപ്പോൾ തന്നെ ഹാപ്പി. കാര്യം നല്ല മൈലേജ് ഉണ്ട്. ഞാൻ എപ്പോഴും കോയമ്പത്തൂർ ബാംഗ്ലൂരൊക്കെ പോകുന്ന. ആ സമയത്താണെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 18-20 കിലോമീറ്റർ കിട്ടും നോർമലി പോയി. പിന്നെ സിറ്റിയിലൊക്കെ ആണെങ്കിലും ഒരു 13-15 മസ്റ്റായിട്ടുണ്ട്. നമ്മൾ നോർമലി അങ്ങ് ഓടിച്ചാൽ മതി. ഇപ്പോൾ IMT ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നല്ല ഗിയർ ഷിഫ്റ്റിങ്ങിന് ത്രില്ലും കിട്ടും, എന്നാൽ ക്ലച്ചും ഇല്ല. അതൊരു സുഖമാണ്. അതെ, IMT എന്ന് പറയുമ്പം ക്ലച്ച്ലെസ് ആണ്, ക്ലച്ച്ലെസ് ഗിയർ ഉള്ള വണ്ടി. അപ്പോൾ ഈ ക്ലച്ച് ഇല്ലാതെ ഗിയർ ഇടുക എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എനിക്കില്ല. കാര്യം അപ്പോൾ ആൾക്ക് എല്ലാവർക്കും ലേഡീസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഗിയറും ഇടാം അല്ലേ? അത്യാവശ്യം അങ്ങനെ ഇടുകയും ചെയ്യാം, ക്ലച്ച് ഉപയോഗിക്കണം പറയുന്നുണ്ട്. ശരി, അപ്പോൾ നമ്മൾ ഈ വണ്ടി ഇപ്പം എടുത്തിട്ട് എത്ര മാസമായിട്ടുണ്ട്? ഒരു 3 മാസത്തോളം ആയിട്ടുണ്ട്. 3 മാസമായിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ വണ്ടി എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അപ്പം റോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് ബ്ലാക്ക് എടുത്തിരിക്കുന്നത്. അത് തന്നെ വളരെ ചെളി പറ്റാൻ വളരെ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്റീരിയറിൽ ബീച്ച് കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ലെതർ ലൈറ്റാണ്, പല സ്ഥലത്തും ഒരു ലെതറിൻ്റെ ടച്ചിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ ചെളി പറ്റുക അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ എല്ലാം തോന്നിയിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഈ കളർ കണ്ടപ്പോൾ എനിക്ക് ഇത് മടുപ്പായി പോവുമോ. കാര്യം ഞാൻ ഈ പറഞ്ഞ മോഡലിന് ഈ ഒരു കളർ ഇന്റീരിയറിലുള്ളൂ. പക്ഷേ അത് ബാക്കിയുള്ള എല്ലാം വൈറ്റ് ഒക്കെ ഇവരുടെ. പക്ഷെ ഇതിന് സീറ്റ് കവർ ഇടാനും പറ്റത്തില്ല. കാര്യം ഇതത് വെന്റിലേഷനുള്ള സീറ്റാണ്. ശരിക്കും ഇന്റീരിയർ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര ലുക്കാണ്. വൈറ്റിനേക്കാളും കുറച്ചുകൂടി ലുക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. ആദ്യം എനിക്ക് വലിയ താല്പര്യമില്ല ഈ കളർ. പിന്നീടാണ് ഞാൻ കുറേ റിവ്യൂസിൽ കയറി നോക്കി ഇതിൻ്റെ കളർ ഏതാ അറിയാൻ വേണ്ടി. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് ഇത് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് സംഭവം നമ്മൾ മാച്ചായി. ഉപയോഗിക്കാൻ കയറി വന്ന ആൾക്കാരാണ് ഈ ഒരു കളർ ആരും അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ കൂടുതലും BMW-ലൊക്കെയാണ് ഈ ഒരു കളർ വരുന്നത്. ഒരു സ്പെഷ്യൽ കളറാണ് ഇന്ത്യയിൽ വരുന്നത്. ഒന്നെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊരു പ്രത്യേക ഒരു കളറാണ്. അതുകൊണ്ട് തന്നെ ചെളിയാവുന്ന അറിയത്തുമില്ല. എന്നാൽ കാണാൻ രസമുണ്ട്. അതുകൊണ്ട് അതൊരു നമുക്കൊരു ഗുണം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു കാറാണ് നമ്മുടെ ഈ വണ്ടി. അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും ഏറ്റവും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടാണ്. പൊതുവേ ഞാൻ കിയയിൽ കേട്ടിട്ടുണ്ട് വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷേ കംഫർട്ടിൻ്റെ കാര്യത്തിൽ ആ ഒരു ഇത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റായിട്ട് കിട്ടുന്ന കസ്റ്റമറെ ഡെലിവർ ചെയ്യുന്നില്ല എന്ന് പല ആൾക്കാർ റിവ്യൂവിലൂടെ പറയാറുണ്ട്. എങ്ങനെ തോന്നിയിട്ടുണ്ട്? എനിക്ക് ഓടിച്ചൊരു കംഫർട്ടിന് കുറവൊന്നും തോന്നുന്നില്ല. കാര്യം ഞാൻ വണ്ടി നമുക്കിപ്പോൾ കട്ടറി ആടുമ്പോഴാണെങ്കിലും എല്ലാം നല്ല യാത്ര സുഖമാണ് വണ്ടി തരുന്നത്. ലോങ് പോകുമ്പോഴാണെങ്കിലും പോളോയിലാണെങ്കിലും ഞാൻ അലോയ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ശകലം മടുപ്പുണ്ട്. പക്ഷെ അതിൽ നമുക്ക് അതിനേക്കാളൊക്കെ നല്ല സുഖമാണ്. ഇപ്പം 4 പേർക്ക് സുഖമായിട്ട്, 5 പേർക്കാണെങ്കിൽ ഇരിക്കുക സുഖമായിട്ട്. പക്ഷേ 4 പേര് പോകണ അടിപൊളിയാണ്. ഇതൊക്കെ വെച്ച് നല്ല അക്ഷര ഇതുപോലെ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഫാദർ മദറൊക്കെ ആയിട്ട് പോകുന്നതാണ്. നിങ്ങൾ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടുണ്ടാവും, അച്ഛനും അമ്മയും ഇരുന്നിട്ടുണ്ടാവും. അവരുടെ റെസ്പോൺസ് അവർക്കെല്ലാം ഇഷ്ടപ്പെടും. അവർക്ക് ഞങ്ങളുടെ വീട്ടിലുള്ള തിക്നെസ് ആണ്. അപ്പൊ ആ വണ്ടി അതൊക്കെ നല്ല ഫീലിംഗ് ആണ് ഇതിലിരുന്നിട്ട്. അപ്പൊ അവരും പറയും നല്ല ഇരുന്നിട്ട് സുഖമുണ്ട്. പുറകില് ഫ്രണ്ടിലിരിക്കുന്ന അതേ ഫീൽ തന്നെ പുറകിലിരിക്കുമ്പോഴും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ യാത്ര പോകുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുന്നത്, ഛർദ്ദിക്കാൻ വരവോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, നമ്മുടെ നടുവേദന, കാലിന് മേലെ തൈ സപ്പോർട്ട് കുറവാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഒന്നും തോന്നിയിട്ടില്ല. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ കംഫർട്ടായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒരു 10 ഇതിലാണെങ്കിൽ 10ൽ എത്ര മാർക്ക് ഒരു ഇതിനു വേണ്ടി കൊടുക്കും?
ഒരു 9 വരെ കൊടുക്കാം. 9 വരെ കൊടുക്കാം. അപ്പോൾ അത്രയും pretty സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയുടെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതുപോലെ വണ്ടിക്ക് സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്, പക്ഷേ കംഫർട്ട് കുറവാണ്. അടിപൊളിയാണ്. കാരണം ഞാനൊരു ബാംഗ്ലൂർ ഫസ്റ്റ് എടുത്ത് ബാംഗ്ലൂരാണ് പോണേ. ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ ഒരു 195 ക്രൂസ് ചെയ്തു. ക്രൂസ് ചെയ്തിട്ട് വരെ നമുക്ക് സ്റ്റിയറിംഗ് പക്കയാ. കറക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകണില്ല. ഞാൻ ഓർത്ത് കിട്ടത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചേ, പക്ഷേ അതുവരെ പക്കയാണ്. അതാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ടോപ്പ് സ്പീഡ്. 195 ആണ്. 195 അത് ആ ഹൈവേയിൽ നല്ല ഹൈവേ ആണല്ലോ, അതിൽ ചുമ്മാ ചവിട്ടി കൊടുത്ത് കയറി. ഓക്കെ. അപ്പം 195 ടോപ്പ് സ്പീഡിൽ പോയിട്ടുള്ള വണ്ടിയും കൂടാണ്. 5500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ എത്ര സർവീസ് ആയിട്ടുണ്ട് വണ്ടി? എൻ്റെ ഇപ്പം നിലവിൽ 1000 കിലോമീറ്ററിന്റെ സർവീസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത 10000 കിലോമീറ്ററിന് ഓയിൽ ചെയ്യുന്ന അവർ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ ഒരു 1000 കിലോമീറ്റർ സർവീസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടിയുടെ സർവീസും കാര്യങ്ങളും? ഞാൻ 1000 കിലോമീറ്റർ ചെയ്ത് ആക്ച്വലി ഇഞ്ചോണിലല്ല, ഇവിടെ നമ്മുടെ മൈസൂർ ആദർശ് കെയിലാണ്. ഓക്കെ. അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെ നല്ലൊരു സർവീസുമാണ്, അവരുടെ ആറ്റിറ്റ്യൂഡും എല്ലാം പക്കയാണ്. അപ്പോൾ ഈ ഇതുപോലെ നമ്മുടെ കിയ വണ്ടികൾ മേടിക്കുന്ന ആൾക്കാരോട് അവർക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി പൂർണ്ണ കോൺഫിഡൻസ് നൽകുമോ അവർക്ക്? കിയയുടെ ഓൾമോസ്റ്റ് എല്ലാ സർവീസ് സെന്ററും പക്കയാണ്. എന്തായാലും ഇഞ്ചോൺ കുറച്ചുകൂടെ ബെറ്റർ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കിയ ഉണ്ട്, അവരെല്ലാം ഇഞ്ചോണിൽ തന്നെ കൊടുക്കുന്നത്. അവരുടെ നല്ലൊരു സർവീസ് നിപ്പോൺ ഗ്രൂപ്പിന്റെ ആയതുകൊണ്ട് തന്നെ ആ ഒരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ. വണ്ടിയുടെ സസ്പെൻഷൻ വരുന്നത് ഇപ്പം മെക്ഫ്രണ്ട് സ്റ്റഡ് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിലും ഇതുപോലെ തന്നെ കോയിൽ സ്പ്രിങ്ങും വരുന്ന ഒരു സസ്പെൻഷനാണ് വരുന്നത്. അപ്പം CTBA എന്ന് പറയും. അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ വണ്ടിയുടെ ആ ഒരു ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു ചാട്ടം, നിങ്ങൾ ഈ വണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് ചാടുമല്ലോ, അങ്ങനെ ചാട്ടം തോന്നുകയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ? സസ്പെൻഷന് സൗണ്ട് വരുമോ എല്ലാം? ഇല്ല, എനിക്ക് ആ തോന്നി സത്യം ഞാൻ ഗ്രാൻഡ് വിത്താര അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹൈക്രോസ് അല്ല ഹൈറൈഡർ, ഈ 2 വണ്ടി ഓടിച്ച സമയത്ത് എനിക്ക് ആ ഒരു ചാട്ടം ഫീൽ ചെയ്തു. പക്ഷെ ഇതിൽ ആ ചാട്ടം ഫീൽ ചെയ്തില്ല. ഞാൻ ആദ്യം ഈ 2 വണ്ടി ഈ 3 വണ്ടി ഓടിച്ച് ഒരേ വഴി കൂടാണ്. അവിടെ നല്ല കട്ടറുള്ള വഴിയാണ്. അപ്പോൾ ആ വഴി കൂടെ ഓടിച്ചപ്പോൾ എനിക്ക് ഇത് ഓടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയൊരു ഹമ്പ് കയറി നമ്മൾ അറിയത്ത് പോലും ഇല്ല. പക്ഷെ മറ്റേ വണ്ടിയിൽ ഇങ്ങനെ ഇടന്ന് ഒലയുന്നുണ്ട്. ഹാർഡ് സസ്പെൻഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമൻസിലൂടെ രേഖപ്പെടുത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മാരുതി ബ്രാൻഡ് ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ടൈഗൺ ഉപയോഗിക്കുന്ന ആളാണ്, അപ്പം സെൽറ്റോസ് ഉപയോഗിക്കും, നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. ഉറപ്പായിട്ടും അതിൻ്റെ റിപ്ലൈ തരുന്നതാണ്. ഇപ്പോഴത്തെ പുതിയ കാലമാണ്, ഫോണില്ലാതെ നമുക്ക് 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മാറുകയും ഫോൺ ഉപയോഗിച്ച് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, വണ്ടി ഓഫ് ചെയ്യാം, വണ്ടിയുടെ AC ഓൺ ചെയ്യാം. അതുപോലെ തന്നെ വണ്ടിയിലിരുന്ന് തന്നെ ജിയോ ഫെൻസിങ്, ഈ വണ്ടിക്ക് എത്ര ദൂരം വരെ പോകണമെന്ന് സെറ്റ് ചെയ്യാം. അതുപോലുള്ള എല്ലാ ഫീച്ചറുകളും നമ്മുടെ മൊബൈലിലൂടെ തന്നെ ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ മൊബൈൽ ഉപയോഗിച്ച് ഇത് എന്തൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് വണ്ടി ഇപ്പം നമ്മൾ ഒരു വെയിലത്ത് പായാർക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് AC ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂളാവും. നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ വളരെ ചൂടിയും നമുക്ക് ഒഴിവാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഫീച്ചറാണ്. പിന്നെ ഡോർ ലോക്ക് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ അലാം പറയും കിയ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഡോർ അൺലോക്ക് ആണെന്ന് അപ്പോൾ തന്നെ ഇതിൽ ലോക്ക് ചെയ്താൽ ഡോർ ലോക്ക് ആയിക്കോളും. ഫോൺ ലോക്ക് ആക്കാം. ഓക്കെ. ഇത് രണ്ടുമാണ് മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ AC, അതായത് നമുക്ക് എപ്പോഴും നമ്മൾ നല്ല വെയിലത്ത് വണ്ടി കിടക്കും, നമ്മൾ പോയി ചെല്ലുമ്പോൾ വണ്ടി ചൂടാണ്, പിന്നെ ഗ്ലാസ് എല്ലാം തുറന്നിട്ടിട്ട് കുറേ AC ഓണാക്കി ഇടണം. അത് നല്ല രീതിയിൽ നമുക്ക് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ തണുത്തോടെ കിടന്നോളൂ. ആസ് എ ഫാമിലി അല്ലേ, വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിലൂടെ യൂസ് ചെയ്യുന്ന 2-3 കാര്യങ്ങൾ, അപ്പം നിങ്ങൾ ഏതെങ്കിലും കൂടുതൽ യൂസ് ചെയ്യുന്നുള്ള അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന 2 കാര്യമാണ് അദ്ദേഹം സുദർശൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് പുറകിൽ നിന്ന് കുറേ ആൾക്കാർ ഹൈ ബീം ഇട്ട് നമ്മുടെ മിററിലേക്ക് അടിപ്പിക്കും. അപ്പം നമുക്കൊന്നും കാണത്തില്ല, നമ്മൾ ചിലവിലൊക്കെ തെറി വിളിക്കും, അതൊക്കെ പറയും ഇല്ലേ. അപ്പോൾ ഈ മിററിനൊരു പ്രത്യേകത ആൻറ്റി ഗ്ലെയർ അല്ലേ, അത് അങ്ങനെ ഒരു എങ്ങനെയുണ്ട്, ഗുണമാണ്? നല്ല ഗുണമാണ്. ഓക്കെ. പിന്നെ ശരിക്കും നമുക്ക് അത് എന്താ പറയുക, നമ്മൾ ഈ നല്ല ബ്രൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് കണ്ണിനകത്തോട്ട് അടിച്ച് കയറും, അങ്ങനെ ഒരു ഫീലേ ഇല്ല. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുഡൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിക്കും. പിന്നെ ചില സമയത്ത് നമ്മൾ കൊച്ചി എത്തി ഭയങ്കര മണമൊക്കെ ആണെന്ന് അങ്ങനെയൊക്കെ നമ്മൾ ഈ ഗ്ലാസ് ചെറുതായിട്ടൊന്ന് താത്തിട്ടോടി മണമല്ല ഇതിൻ്റെ അകത്ത് കയറി. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് ഉള്ള ഒരു ഗുണമാണ് എയർ പ്യൂരിഫയർ. ഈ എയർ പ്യൂരിഫയർ ശരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്? നല്ലപോലെ ഗുണം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ് ജസ്റ്റ് ഒരു ഓടയുടെ സ്മെല്ലൊക്കെ കയറി പ്രശ്നം കയറിയിട്ടുണ്ട്. പക്ഷെ അത് തമിഴ്നാട്ടിൽ ചെന്നു. പക്ഷെ ആ സാധനമൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു പുള്ളി, ഒരു നല്ലതാണെന്ന് അവർ പറഞ്ഞു. പക്ഷെ എനിക്കറിയാം. പക്ഷേ ഇത് സംഭവം
പെട്ടെന്ന് തന്നെ മണം മാറും. ഓക്കെ, ഇതിന് എന്താ ചെയ്യേണ്ടത്? ഈ എയർ പ്യൂരിഫൈ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ഒരു 5 ലെവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അത് നല്ലപോലെ ഒന്ന് 5ാമത്തെ ഇതിൽ ഇട്ടാൽ മതി. പിന്നെ ഓട്ടോ മോഡും ഉണ്ട് അതിന്. ഓട്ടോ മോഡാണ്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ മണത്തിനെയൊക്കെ ഇവർ മാറ്റും, വലിച്ചു കളയും. അതുപോലെ തന്നെ പൊടിയൊക്കെ ആണെങ്കിലും ഇപ്പം കുറെ പൊടി പറഞ്ഞു, അങ്ങനെ പൊടിയൊന്നും ഇത് പറക്കാറില്ല. ഇതിങ്ങനെ എപ്പോഴും ഫുൾ ടൈം ഇതിങ്ങനെ ബ്ലോ ചെയ്തോണ്ടിരിക്കുക. ശരി, സേഫ്റ്റി പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? എത്ര എയർ ബാഗ് ഉണ്ട്? എങ്ങനെ സേഫ്റ്റി? എനിക്ക് 6 എയർ ബാഗ് ഉണ്ടെന്ന്. ഓക്കെ, വണ്ടി സ്പീഡിൽ പോകുന്ന സമയത്ത് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ട്രാക്ഷൻ അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വണ്ടി പോകുന്ന സമയത്ത് നമുക്കൊരു ഇപ്പം ബ്രോയ്ക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. കാരണം നിങ്ങൾ സ്പീഡിൽ പോകുന്ന സമയത്ത് സൈക്കിൾ വട്ടം ചാടുക, ഓട്ടോ വട്ടം ചാടുക, ഇതൊക്കെ ഉണ്ടായി. വണ്ടി നിങ്ങൾ പോകുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിംഗ് കിട്ടിയോ, വണ്ടി സ്കിഡ് ചെയ്ത് അതൊരു എന്തെങ്കിലും ഒരു സംഭവം? സഡൻ ബ്രേക്ക് ഒരു പ്രാവശ്യം ഞാൻ രാത്രിയിൽ, കഴിഞ്ഞ പ്രാവശ്യം കോയമ്പത്തൂരും തിരിച്ചു വരുന്ന വഴി, ആ സമയത്ത് എനിക്ക് വന്നൊരു ഹൈവേയിൽ അത്യാവശ്യം ഒരു 100-ന് മേളിലെ വണ്ടി, പെട്ടെന്ന് ഒരു വണ്ടി വട്ടം ചാടി. ഞാൻ ചവിട്ടി വണ്ടി ഇങ്ങനെ അവിടെ നിന്ന്, ഞാൻ ഒറ്റ ചവിട്ടി വിട്ടു. കാര്യം ആ ചവിട്ടില്ല, പുള്ളിക്ക് ഇടിക്കും. പക്ഷെ വണ്ടി കറക്റ്റ് നിന്നു. പക്ഷെ നമ്മൾ ആ ഒരു നിന്നപ്പം അത്രയും സഡൻ ബ്രേക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് അകത്തിരിക്കുന്നവർക്കില്ല. എൻ്റെ ഫ്രണ്ട് ഇപ്പുറത്തിരിക്കുക. ഞാൻ ഓർത്തോ ഞങ്ങൾ രണ്ടും, ഞാനും ഓടിക്കലി ഫ്രണ്ടോട്ട് വരത്തില്ല, അവൻ പോലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നല്ലോ. അല്ല മറ്റേ പോളാണ് ചവിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ആ ഒരു സെറ്റപ്പ് കിട്ടിയില്ല. ഓക്കെ, ഇപ്പൊ ഇവൻ അക്ഷരയ്ക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ അല്ലേ, ഞാനും വണ്ടിയായിട്ട് പോയാൽ വട്ടം ചാടിയാൽ ചവിട്ടിയാൽ നിൽക്കില്ലേ, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. സേഫ്റ്റി പരമായിട്ട് ഇത്രയും ഗുണങ്ങളൊരു വണ്ടിയും കൂടെയാണ്. ഇതിനകത്ത് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് ലെഗ് സ്പേസ്, വണ്ടിയുടെ ഹെഡ് റെസ്റ്റ്. നമുക്ക് ഒരു ദൂരയാത്രയിൽ അച്ഛനും അമ്മയ്ക്കും ചാരി കിടക്കാനുള്ള ഹെഡ് റെസ്റ്റ്, തൈ സപ്പോർട്ട്, ഈ ഭാഗത്തായിട്ടുള്ളൊരു സപ്പോർട്ട് വളരെ അനിവാര്യമാണ്. ഈ ലെഗ് സ്പേസും കാര്യങ്ങളും ഇതും തൈ സപ്പോർട്ടും ഒക്കെ എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക്? അത് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയത് ബാക്കിലെ സ്പേസ്. ശരി. കാരണം ബാക്കിൽ ഇപ്പോൾ പോളോ എന്നെ വണ്ടി പോളോയ്ക്ക് ശരിക്കും ബാക്കിലേക്ക് പാടാണ്. കാര്യം 3 പേര് എന്നെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. എനിക്ക് പൊക്കമുള്ളതുകൊണ്ട് ഞാൻ സീറ്റ് വലിച്ച് പുറകോട്ട്. ശരി. പക്ഷെ അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിന് പക്ഷേ നമ്മൾ ഫുള്ള് വലിച്ചിട്ടാലും പുറകെ കാല് നീട്ടി സുഖമായിട്ട് അവിടെ ഇരിക്കാം. അതൊരു ഭയങ്കര സംഭവം, അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം. ഓക്കെ, അതുപോലെ അത്യാവശ്യമുള്ള സംഭവമാണ് നമ്മുടെ ഹെഡ് റൂം. നമുക്ക് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെ കുറിച്ച് പൊക്കമുള്ള ആൾക്കാരായിരിക്കാം, സൈസുള്ള ആൾക്കാരായിരിക്കാം. ഇവർക്ക് ഇരിക്കുമ്പം തലയിടിക്കുന്നു, കുനിഞ്ഞ് കയറുമ്പോൾ തല ഭയങ്കരമായിട്ട് മുട്ടുന്നു, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ എൻ്റെ ഫീലൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആർക്കും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. നമ്മുടെ കിയ വണ്ടിയുടെ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് വരുന്നത് സെൽറ്റോസിൻ്റെ തന്നെ പുതിയ ഫേസ് ലിഫ്റ്റ് വണ്ടിയുടെ വീഡിയോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കിയ സോണറ്റിൻ്റെ വണ്ടിയുടെ വീഡിയോസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. അപ്പം കാർ ആൻഡ് ബൈക്ക് വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇഷ്ടം പോലെ വീഡിയോസാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികളാണ് കൂടുതൽ ചൂസ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു ക്വാളിറ്റിയെക്കുറിച്ചാണ്. കാരണം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് എല്ലാവരും നോക്കാറുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ലെതറിൻ്റെ ക്വാളിറ്റി, സ്വിച്ചസിൻ്റെ ക്വാളിറ്റി. ചില വണ്ടികളിലൊക്കെ നമുക്ക് പെട്ടെന്ന് 2 പ്രാവശ്യം AC-യുടെ സ്വിച്ചൊക്കെ ഇടുമ്പോൾ ആ സ്വിച്ചുകൾ അനങ്ങാൻ തുടങ്ങും. നമ്മൾ ഏതൊരു വണ്ടിയും പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതൊരു വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് സ്വിച്ചിൻ്റെ ക്വാളിറ്റി. ഈ സ്വിച്ചുകൾ ഏതെങ്കിലും കംപ്ലൈൻ്റ് ആവുമോ, ഇലക്ട്രോണിക് മിസ്റ്റേക്കുകൾ വരികയോ, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഉണ്ടോ? ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഉപയോഗിച്ച് തുടങ്ങിയുള്ളൂ, നമുക്ക് അറിയില്ല. ഓക്കെ, ഇതുവരെ ഒന്നും കാണിച്ചിട്ടില്ല. ഇല്ല. ഇന്റീരിയർ പരമായിട്ട് വണ്ടി നല്ല സ്റ്റൈലാണ് അല്ലേ. രാത്രി പോകുന്ന സമയത്ത് നമുക്കൊരു ഒരു ഫ്ലൈറ്റിലൊക്കെ പോകുന്ന പോലെ ഒരു ലൈറ്റിങ്ങും കാര്യം, ഒരു ആംബിയൻ ലൈറ്റും കാര്യങ്ങളും അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ തോന്നിയിട്ടുണ്ട് ആ ഒരു ഇന്റീരിയർ ലുക്സ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞ കാര്യം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ വൈകുന്നേര സമയത്തൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മേളത്തെ ആ ഒരു സൺറൂഫ് തുറന്നിട്ട് ഓടിക്കുമ്പം അടിപൊളിയാണ്. ഓക്കെ, ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ കിയ കണക്റ്റിൻ്റെ തന്നെയാണ്. കിയ കണക്റ്റിൻ്റെ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വോയിസ് കമാൻഡ് കൊടുക്കുക? അത് നമ്മളിപ്പോൾ ഓപ്പൺ സൺറൂഫ് എന്ന് പറഞ്ഞാൽ സൺറൂഫ് ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഓപ്പൺ സൺറൂഫ് എന്ന് പറഞ്ഞാൽ സൺറൂഫ് ഓപ്പൺ ചെയ്യും. നമ്മുടെ നേരത്തെ ഗ്ലോസ്റ്ററിലെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ന്യൂജൻ വണ്ടികളുള്ളതാണ്. അപ്പോൾ അക്ഷരയോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം വണ്ടി സംബന്ധമായിട്ട് അറിയാവുന്ന ഒരാളാണ്. നിങ്ങളോട് ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ അതിനൊരു ക്ലാരിറ്റി കിട്ടും. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ദൂരയാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് നല്ലൊരു മ്യൂസിക്. അതാണ് നമ്മുടെ മൂഡിനെ മാറ്റുന്നത്. കാരണം ഒരു ലോങ് യാത്രയ്ക്ക് പോകുമ്പോൾ നല്ലൊരു മ്യൂസിക് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിടുമ്പോൾ നമ്മുടെ മൂഡ് തന്നെ മാറും. പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുന്നവർ, ഡ്രൈവേഴ്സ് എല്ലാം അങ്ങനെ പാട്ട് കേൾക്കുന്ന സമയത്ത് ആ ഒരു ചില ഇതിൽ നിന്ന് നമുക്ക് സൗണ്ട് കേൾക്കും, ഭയങ്കര അരോചകം ഫീൽ ചെയ്യും, ഭയങ്കര സൗണ്ട് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ല. ഇതിനകത്ത് കേൾക്കുമ്പോൾ എങ്ങനെ തോന്നിയിട്ടുണ്ട്?
നേരത്തെ ഞങ്ങളുടെ വണ്ടിയിൽ ഈ സൗണ്ട് സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു, നോർമൽ ഒരു കാറുണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ അത് വെച്ച് കമ്പാരിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സൗണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്. അത് തന്നെയല്ല ഇതിന്റെ സൗണ്ട് ബോക്സ് അത്യാവശ്യം നല്ല സൗണ്ട് ബോക്സ് ആണ്. അത് തന്നെയല്ല ഇതാണ് എനിക്ക് നല്ലൊരു ഫീലിംഗ് കിട്ടാറുണ്ട് മ്യൂസിക് കേൾക്കുമ്പോൾ. ഓക്കെ. ഇത് എനിക്ക് തോന്നുന്നു ബോസിന്റെ ആണ് വരുന്നത്. അപ്പം മാത്രം ഈ വേരിയന്റിലോട്ട് മാറിയത് ഒരു ബോസിന്റെ സൗണ്ട് സിസ്റ്റം കിട്ടാൻ വേണ്ടി തന്നെ ഈ വേരിയന്റിലേക്ക് വന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ ഇനിയും നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ടയറിന്റെ ഇതിനെ കുറിച്ചാണ്. കാരണം ഈ വണ്ടിയുടെ ഒരു ലുക്സ് തന്നെ വരുന്ന ഇതിന്റെ ഒരു അലോയ് ചേർന്ന് വരുന്നത് അല്ലേ? വിത്ത് അലോയ് ആണ് നമുക്ക് കിട്ടുന്നത്, കമ്പനി അലോയ്. അപ്പോൾ അത് മാറ്റിയിട്ടില്ല? ഇല്ല. ഓക്കെ. ഇല്ല. നമുക്ക് നമ്മുടെ ടയർ എന്ന് പറയുന്നത് നല്ലൊരു ടയറാണ്. കാരണം ആ ഒരു റോഡ് ഗ്രിപ്പിക്കും അതുപോലെ തന്നെ ആ ഒരു വണ്ടിയുടെ ആ സുഖം തരുന്നത് മെയിനായിട്ടും ടയറിലാണ് അല്ലേ? അപ്പോൾ ആ ഒരു ടയറിന്റെ ക്വാളിറ്റി കിട്ടുന്നുണ്ടോ? അത്യാവശ്യം ഞാനിങ്ങനെ ക്വാളിറ്റി കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ ഇത്ര കിലോമീറ്ററല്ലേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടി ഓടിക്കുമ്പോഴേ അറിയത്തുള്ളൂ ടയർ എങ്ങനെയാവുന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. വണ്ടിക്ക് സ്പെയർ ടയർ വരുന്നുണ്ടോ? സ്പെയർ ടയർ ഉണ്ട്. അത് അലോയ്സ് അല്ല, വിത്തൗട്ട് അലോയ് ആണ്. സെയിം സൈസാണ്. ഓക്കെ. നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ദൂരയാത്ര ഒരുമിച്ച് പോയിട്ടുണ്ടാവും ഇല്ലേ? ലഗേജസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസിനെ കുറിച്ചാണ് പറയുന്നത്. ബൂട്ട് സ്പേസ് ആണ് 433 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഈ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഗേജസ് വെക്കാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് പോയായിരുന്നു. ഓക്കെ. അപ്പൊ ട്രിപ്പ് പോയപ്പോ ഞങ്ങളും ഉണ്ട്, ഞങ്ങളുടെ കൂടെ വേറെ ഫാമിലി ഉണ്ട്. ഓക്കെ. അവര് ഞങ്ങൾ കമ്പാരിറ്റീവ് ചെയ്യാൻ പോയി. അപ്പൊ അവരുടെ സാധനങ്ങളും ഞങ്ങളുടെ സാധനങ്ങളും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ രണ്ടുപേര് പോവാണെങ്കിൽ നമ്മുടെ ഒരു ഇത് മാറ്റി ഒരു ചെയറിന്റെ ഇത് ഞാൻ മെയിനായിട്ട് ശരിക്കും നോക്കിയതാ കാര്യം. എനിക്ക് കോയമ്പത്തൂർ പോകുമ്പോൾ ചിലപ്പോൾ നല്ല സാധനം എടുത്തിട്ടായിരിക്കും വരുന്നത് ഗാരേജിലുള്ള സമയത്ത്. ഈ സീറ്റ് ശരിക്കും സ്പ്ലിറ്റ് 60-40 ആണ് സ്പ്ലിറ്റ് സീറ്റ്. ഒന്നെങ്കിൽ നമുക്ക് നല്ല ലഗേജ് 2 സീറ്റ് മറിച്ചിട്ടാ നേരെ ബെഡാ. കഴിഞ്ഞ സമയം ഫുള്ള് ലോഡുമായിട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വണ്ടി അദ്ദേഹത്തിന്റെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ലോങ് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അവിടുന്ന് ഇവിടം വരെ വരുന്ന ആളാണ്. അതും നമ്മുടെ ഗുഡ്സ് ക്യാരി ചെയ്ത് വരുന്ന വണ്ടിയും കൂടെയാണ്. അപ്പോൾ ഈ ഇത്രയും ഇത് ഗുഡ്സ് ക്യാരി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നും കൂടെ അദ്ദേഹം പറയുന്നത്. താഴെ എഴുതി കാണിക്കുന്നതാണ് വണ്ടിയുടെ ഡയമെൻഷൻ വരുന്നത്. ഇപ്പോൾ ഈ വണ്ടിയുടെ കോമ്പറ്റീറ്റർ വണ്ടിയായിട്ടുള്ള ഡയമെൻഷനൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അത്യാവശ്യം നല്ല ഡയമെൻഷൻ സ്പേസും ഉള്ള വണ്ടിയും കൂടെയാണ് ഇത് വരുന്നത്. നമുക്ക് ഈ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് വെള്ളം അടിക്കും. നമുക്ക് ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇതിനുണ്ടോ? എങ്ങനെയാണ് ഇതിന് ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഇല്ല. കിട്ടിയ കൊള്ളാന്ന് ഉണ്ടായിരുന്നു. എനിക്കൊരു മിസ്റ്റേക്ക് വന്നതിൻ്റെ ഇവരുടെ വൈപ്പർ ബ്ലേഡിന്റെ ക്വാളിറ്റി അത്ര പോരാ. കാര്യം ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു 1000-2000 കിലോ ഓടി വന്ന ഒരു വൈപ്പർ ബ്ലേഡ് പോയി. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നല്ലതാണ്. നമ്മുടെ യൂസറിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് പറഞ്ഞത്. ഇതുപോലുള്ള വൈപ്പേഴ്സിൻ്റെ ക്വാളിറ്റിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഓക്കെ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇതുപോലെ തന്നെ ഒത്തിരി അഡീഷണൽ ഫീച്ചറുകൾ. ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഇതിൻ്റെ ടയർ പ്രഷറുള്ള മോണിറ്റർ ഉണ്ടെന്ന്. അതെ. അപ്പോൾ അതെല്ലാം കറക്റ്റാണ്. കാരണം ചില സ്ഥലത്ത് നമുക്ക് ഇതിൻ്റെ മൈലേജ് ഒരു മൈലേജ് ഏകദേശം കാണിക്കും. അങ്ങനെ കാണിക്കുന്നത് തെറ്റാന്ന് പറയാറുണ്ട്. 2 ടയർ പ്രഷർ കാണിക്കുന്നത് ശരിയല്ല. ഇപ്പം പല ടാറ്റ വണ്ടികളുടെ ചില വണ്ടികളുടെ അവർ എടുത്ത് ഒരാൾ കംപ്ലൈൻ്റ് ആയിട്ട് കാണിച്ചതാണ് നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിൻ്റെ ഇത് കറക്റ്റ് അല്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, ഇത് കറക്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ GPS സെറ്റ് ചെയ്യും. GPS സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ യാത്ര പോവുകയാണ്. അപ്പം എപ്പോഴേലും ഇത് ക്രാഷായി പോകുന്നതായിട്ട് തോന്നുന്നു. ഇവരുടെ കിയയുടെ ആ ഒരു ഇത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം കൊള്ളാം കുറേ കാര്യം അതിനകത്ത് വെച്ച് നമ്മളിപ്പം ഒരു GPS നമ്മൾ സെറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത് സെറ്റാ. പക്ഷെ അത് നമുക്ക് കറക്റ്റ് മനസ്സിലാകത്തില്ല. കാര്യം നമ്മൾ GPS ഓൺ ആവുന്നു, ആ കൂടെ തന്നെ നമ്മൾ ക്ലസ്റ്ററിൽ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അതെനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. ഞാനിപ്പോൾ ചെയ്യുന്ന വെച്ചാൽ നേരെ ആപ്പിൾ കാർപ്ലേ കണ്ടെയും ഗൂഗിൾ മാപ്പ് ഇടും. അതൊരു ഗുണം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല. അതിനകത്ത് എപ്പോഴും ഇതിനകത്ത് ഇപ്പം നമ്മൾ കാണാം വണ്ടി ഓണാക്കി ഇടുമ്പോൾ ഇവരുടെ മാപ്പ് എപ്പോഴും ഓണാണ്. ഓരോ റോഡിലെ സ്പീഡ് ലിമിറ്റ് കറക്റ്റ് കാണിക്കും. അതൊരു ഭയങ്കര പ്രയോജനമാണ്. കാര്യം നമുക്ക് പല റോഡിൽ ഇന്ന് നമ്മുടെ ഇവിടെ ഈ റോഡിന് ഇത്ര സ്പീഡെന്ന് എഴുതി വെച്ചില്ല. ഇതിൽ കറക്റ്റ് അത് കാണിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മാറി മറിഞ്ഞ് നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ ചൂടാണെങ്കിൽ നാളെ മഴയായിരിക്കും. കാരണം ഇപ്പോൾ പൊതുവേ ചൂട് കയറിയും വരികയാണ്. അപ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് AC. ഒരു വണ്ടിയുടെ AC ആണ്. അതിനകത്ത് നമുക്ക് പല ആൾക്കാരും പറയാറുണ്ട് ഒരു വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ കൂളിംഗ് ഇല്ല, അല്ലെങ്കിൽ ബാക്കിലിരിക്കുന്ന സമയത്ത് റിയർ AC വെൻസ് ഇല്ല. അങ്ങനെ എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ഇതിന് മെയിനായിട്ട് ഇപ്പം എന്താ പറയുക, റിയർ AC വെൻ്റ് ഉണ്ട്. പിന്നെ തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതിനകത്ത് ലോയിലിട്ട് കഴിഞ്ഞാൽ വിറച്ചു പോകും. കാര്യം അതുകൂടെ തന്നെ നമ്മുടെ സീറ്റിൽ മറ്റേ ഇതുണ്ട്, വെന്റിലേഷൻ സീറ്റാണ് 2 വരുന്നത്.
അതുകൂടി ഇട്ട് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇവള് മിക്കവാറും ചെയ്യുന്ന 2 ഇതുണ്ട്. ഒരു ഓക്കെ, ഒരു സൈഡില് നമുക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അടുത്ത സൈഡിൽ ഡ്രൈവിംഗ് സീറ്റിന്റെ അവിടെ വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരാൾക്ക് തണുപ്പ് വേണ്ട, ഒരാൾക്ക് ചൂടാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ തണുപ്പിന്റെ ആള്, ഇവള് ചൂടിന്റെ ആള്. ഞാൻ ലോ ഇടുമ്പോ അവൾ അവിടെ ഹൈ ഇടും. ഓക്കെ, അപ്പം ഇതിന്റെ പേരാണ് ഡ്യുവൽ സോൺ AC ആണ്. ഈ വണ്ടിക്ക് വരുന്നത് ഡ്യുവൽ സോൺ ഓട്ടോ ഡ്യുവൽ സോൺ AC വരുന്നുണ്ട്. ഇതുപോലെ തന്നെ 2 പേർക്കും ഡ്രൈവറിനും കോ ഡ്രൈവറിനും മാനുവലായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുറയിലിരിക്കുന്ന നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ ഈ വരുന്ന AC വെൻസ് ആണ് വരുന്നത്. നമുക്കൊരു കൂളിംഗ് ഫെസിലിറ്റി ആയിട്ടുള്ള വെൻറ്റുകളാണ് വരുന്നത്. ആ ഒരു സമയത്ത് പുറയിലിരിക്കുമ്പോൾ ചൂട് അനുഭവപ്പെടാറുണ്ടോ? ഈ റിയർ AC വെൻറ്റ് ഗുണകരമാണോ? നല്ലൊരു കൂളിംഗ് കിട്ടുന്നുണ്ട്. പക്ഷെ അതിലൊരു എനിക്കൊരു മടിപ്പായിട്ട് തോന്നുന്നത് വെച്ചാൽ റിയർ AC നമുക്ക് അതിലെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ഉണ്ടായാൽ നല്ലതായിരുന്നു. അത് ഇവര് കൊടുത്തിട്ടില്ല. ബാക്കിൽ ജസ്റ്റ് അതിന്റെ ഒരു കാറ്റ് വരും. അത് വേണം നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാന്നുള്ളതല്ലാതെ അതിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഓപ്ഷൻ ഇല്ല. നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് ഒരു സീറ്റിലിരുന്ന് ഭംഗിയായിട്ട് റോഡ് കാണുക എന്നുള്ളത് നമ്മുടെ എല്ലാവരും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിക്ക് ഡ്രൈവർ സീറ്റിൽ 8 വേ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. കോ ഡ്രൈവറിൽ 6 വേ മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമോ അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ടില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയ മറ്റേ അപ്പുറത്തെ കോ ഡ്രൈവറും കൂടെ ഇലക്ട്രിക്കലായിരുന്നു നല്ലതായിരുന്നു. അത് മാത്രമേ, പക്ഷേ എനിക്ക് എൻ്റെ വലിയ കംപ്ലയിൻറ്റ് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഈ വണ്ടിയുടെ ORVM മിറർ, നമുക്ക് ഓട്ടോ ഫോൾഡിങ് മിറർ, നമ്മൾ ഈ ലോക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓട്ടോ ഫോൾഡ് അങ്ങനെ അതൊക്കെ അല്ലേ? അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ വണ്ടി കീ പോക്കറ്റ് ഇട്ടിട്ട് ജസ്റ്റ് അടുത്ത് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി മിററൊക്കെ തുറക്കും. അൺലോക്ക് ആയി വണ്ടി. അതൊരു നമുക്കൊരു ഫീൽ വരും. കാര്യം നമ്മളടുത്തുനിന്ന് വന്ന വണ്ടി അറിഞ്ഞു എന്നൊരു സംഭവം ശരിക്കും തോന്നുന്നു. അതൊരു നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ നമ്മുടെ കീ ഫോബ് നമ്മുടെ പോക്കറ്റിലിടുന്നു, കുറച്ച് ദൂരെ നമ്മൾ മാറി വണ്ടിയിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി വണ്ടി നമ്മൾ ലോക്ക് ചെയ്യാൻ മറന്നുപോയി, തന്നെ ലോക്ക് ആവുന്നത് അതെങ്ങനെയല്ല അനുഭവപ്പെടുന്നത്? ലോക്കൊക്കെ ആകത്തില്ല. നമ്മുടെ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് സ്റ്റോറേജ് സ്പേസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വെട്ടം. നമുക്ക് ഈ സ്റ്റോറേജ് സ്പേസിൽ നമുക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു ഡ്രിങ്കിങ് വാട്ടറിൻ്റെ 1 ലിറ്ററിൻ്റെ കുപ്പി മേടിക്കാം, മിറിണ്ട മേടിക്കാം, തംസപ്പ് കൊക്കോള മേടിക്കാം. അതുപോലെ തന്നെ ഈ സീറ്റിൻ്റെ പുറകിൽ നമുക്ക് ഫയൽസ് വെക്കാനും പേപ്പർ വെക്കാനും ഒക്കെ ഉള്ള സ്പേസ് എങ്ങനെ തോന്നിയിട്ടുണ്ട്? ആ സ്പേസ് നല്ല സ്പേസാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് പോകുമ്പം ആ സ്പേസ് ഭയങ്കര ഉപകാരമാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ്. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് പൊതുവെ വണ്ടികൾക്ക് കൂടുന്തോറും ആൾക്കാർക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് കാണിക്കുന്നത്. 195 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. കമ്പനി ഒഫീഷ്യലി പറയുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ നമുക്ക് പല സ്ഥലത്ത് പോകുന്ന സമയത്ത് അടിയിടിക്കുകയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്? ഒരു പ്രാവശ്യം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഇവള് ജോലി ചെയ്യുന്ന അവിടെ നിന്ന് തന്നെ വണ്ടി ഇറക്കിയ സമയത്ത് അടി തട്ടി. അത് വെച്ചാൽ കുത്തനെ ഉള്ള ഇതാ. അവിടെ നിന്ന് ഇറക്കിയപ്പോൾ തന്നെ അടി ഇങ്ങനെ ഉരഞ്ഞു. അടി ഉരഞ്ഞാൽ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവർ അടി ഉരയുന്നു എന്ന് പറയുമ്പോഴും അടിയിൽ ഇങ്ങനെ ബമ്പർ കഴിഞ്ഞ് ഇങ്ങനെ നേരെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതാ പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലാ വണ്ടിക്കും എല്ലാം തികഞ്ഞതായ ഒരു വണ്ടി ഇല്ല. ഈ വണ്ടിയുടെ ഒരു പോരായ്മകൾ പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? പോരായ്മകൾ പൊതുവെ പറയുന്ന ബോഡി ക്വാളിറ്റിയെ കുറിച്ച് ഒരു ഇത് പറയുന്നുണ്ട്. പിന്നെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റ ബോഡി ക്വാളിറ്റിയിൽ മെയിൻ ആണ്. അതെ, NCAP റേറ്റിംഗിൽ 3 റേറ്റിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷേ പല ആൾക്കാരും ഒരു ഇൻസ്റ്റഗ്രാം റീലുകളിലും ഒക്കെ ഇതിനകത്ത് വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ടുള്ള വണ്ടിയുടെ ബാക്കിയുള്ള അവസ്ഥ. ഫോർ എക്സാമ്പിൾ എൻ്റെ വണ്ടി തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഓഫീസിൽ വിട്ടിട്ട് പുറത്തോട്ട് എടുത്ത വഴിക്ക് ഒരു ചേച്ചിക്കിട്ട് തട്ടി. ചേച്ചിക്ക് തട്ടിയപ്പോൾ ചേച്ചിയുടെ കൈ കൊണ്ടതാ, ജസ്റ്റ് റിവേഴ്സ് എടുത്താ. ആ കൈ കൊണ്ടുപോയി തന്നെ എൻ്റെ പുറകിൽ ഡിക്കി ഇളങ്ങിപ്പോയി. ഞാൻ ബോഡി ക്വാളിറ്റി അങ്ങനെ മെയിനായിട്ട് കാര്യം നമുക്കിപ്പം വണ്ടി ഇടിച്ചു, അകത്തുള്ളൊരു സേഫ് ആണോ നോക്കിയാൽ മതി. ഏത് വണ്ടി ഇപ്പം അങ്ങനെയാണ് മാരുതി എല്ലാം ഇതൊക്കെ തന്നെയാണ്. അവിടെ ഫോക്സ്വാഗൻ ഉണ്ട്, ടാറ്റ ഉണ്ട്, ഇവരൊക്കെ മഹേന്ദ്ര കുഴപ്പമില്ല. അപ്പം അതിനകത്തൊരു എക്സാമ്പിൾ പറയാനുള്ള ഞാനത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനൊരു XUV 300 വണ്ടിയുണ്ട്. ഈ വണ്ടി ഇവൻ കോടിമത പാർക്ക് ചെയ്തിട്ടിരിക്കുക. പാർക്ക് ചെയ്ത സമയത്ത് കിയ സെൽറ്റോസ് വന്നിട്ട് ഇടിച്ച് ഒരു അച്ചായനാ ഇടിച്ചിട്ട് ഈ വണ്ടി തകിടം മറിഞ്ഞു പോയി. അവൻ പറഞ്ഞ വണ്ടി തകിടം മറിഞ്ഞ് വണ്ടി ടോട്ടൽ ലോസ് ആയി. ഇവന്റെ വണ്ടിക്ക് ജസ്റ്റ് ബാക്കിലെ വീലൊന്നും ഒടിഞ്ഞതേ ഉള്ളൂ, വേറൊന്നും പറ്റിയില്ല. ഇത് ടോട്ടൽ ലോസ് ആയി പോയി. തകിടം മറിഞ്ഞ് നമ്മുടെ കോടിമത വെച്ചൊരു സംഭവം, തകിടം മറിഞ്ഞ് വണ്ടി ടോട്ടൽ ലോസ്. പക്ഷെ അകത്തിരുന്ന ആൾക്കൊരു പോറൽ പോലും പറ്റിയില്ലെന്ന്. ആ ഒറ്റ സംഭവം കേട്ടപ്പോഴാണ് ഞാൻ ഓർത്തെ നമുക്കത് മതി. ഞാൻ എല്ലാവർക്കും ഇപ്പം എന്നോട് ചോദിക്കുന്നതല്ല, ഞാൻ ഈ വണ്ടി സജസ്റ്റ് ചെയ്യാറുണ്ട്. കാര്യം എന്നാ അറിയാം, എല്ലാവർക്കും നമുക്ക് ഓടിച്ചിട്ടൊരു എനിക്ക് മടുപ്പ് തോന്നി അപ്പം തന്നെ ഞാൻ തുറന്നു പറയും, ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ. പക്ഷെ ഇതിനകത്ത് അങ്ങനെ എനിക്ക്
എല്ലാവരും IMT കുറിച്ചാണ് ചോദിക്കുന്നത്. ഓക്കെ. എനിക്ക് ഈ 2 ഡ്രോബാക്ക് എനിക്ക് ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. ഈ 2 ഡ്രോബാക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. പറഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇപ്പം ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി. ആണല്ലേ? അപ്പൊ പല ആൾക്കാർക്കും സജസ്റ്റ് ചെയ്യലുണ്ട്. ഉണ്ട്. ഓക്കെ. നമ്മൾ ഏതൊരു വണ്ടിയും എടുക്കുന്ന സമയത്ത് ഒരു കാൽക്കുലേഷൻ നടത്തും. ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും കാൽക്കുലേഷൻ. പക്ഷെ ഇവർക്കൊന്നും ഇത് കറക്റ്റ് മാത്തമാറ്റിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ബ്രോ ഇതിനെക്കുറിച്ച് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഈ വണ്ടി എടുത്തത്. മൈലേജ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ് വണ്ടിക്ക് കൊടുത്തത്. മൈലേജ് ഉള്ള വണ്ടി എനിക്ക് വേണം. അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം പോയി നോക്കുന്നത്. അതുകൊണ്ടാണ് പെട്രോളിന് ഡീസൽ തന്നെ എടുത്തത്. ഡീസൽ തന്നെ. അപ്പോൾ പെട്രോൾ ആയി നോക്കിയപ്പോൾ ഈ വണ്ടിക്ക് അവർ പറഞ്ഞ ഹൈബ്രിഡ് വണ്ടിക്ക് സ്ട്രോങ് ഹൈബ്രിഡ് അവരുടെ സ്ട്രോങ് ഹൈബ്രിഡിന് 28 കിലോമീറ്റർ 29 കിലോമീറ്റർ മൈലേജ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്താൽ ശരിയാ മൈലേജ് ഉണ്ട്. അപ്പം ഞാൻ അന്ന് അത് ഞാൻ കിയ ചെന്ന് ഇവർ പറഞ്ഞു ഇവർക്ക് വണ്ടി 21 ഉണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പം സ്വാഭാവികം ഈ ഇവർ പറയുന്ന മൈലേജ് ഒരിക്കലും ശകലം ഒരു 1-2 അല്ലെങ്കിൽ 3 കിലോമീറ്റർ കുറച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവർ പറഞ്ഞ് എന്നായാലും 18-20 നിങ്ങൾക്ക് കിട്ടും. അത് കൺഫേം വന്നു അവർ പറഞ്ഞു അത് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് പെട്രോളിന് 109 രൂപയാണ് ഞാൻ ഇത് എടുത്തപ്പം വില. ഈ ഡീസലിന് അന്ന് 95 94 വില. ഇത് നമ്മൾ എന്നായാലും ഒരു 10 രൂപയ്ക്ക് മേലെ നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 1000 കിലോമീറ്റർ നമ്മൾ ഈ വണ്ടി ഓടുമ്പം നമ്മൾ അടിക്കുന്ന ഡീസലിൻ്റെ വില വെച്ചുള്ള ഡീസലും 1000 കിലോമീറ്റർ ആ വണ്ടി ഓടുമ്പോൾ ഉള്ള പെട്രോളിൻ്റെ എമൗണ്ടും തമ്മിൽ നോക്കുമ്പോൾ നമുക്കിത് ബാലൻസ് ആയി പോകും. അല്ല എന്ന് വെച്ചാൽ അതിന് ഏകദേശം 30 കിലോമീറ്ററോളം മൈലേജ് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടും ഇതിനാണ് കൂടുതൽ. അങ്ങേറ്റുമ്പോൾ ചിലപ്പോൾ ഒരു 1000 രൂപയ്ക്ക് കൂടുതൽ ഇതിന് അടിക്കേണ്ടി വരും. എന്നാലും നമുക്കത് ലോങ് ടൈമിൽ വലിയ നഷ്ടം വരുന്നില്ല. സെയിം വില നോക്കിയപ്പോഴാണേലും ഈ പറഞ്ഞ വണ്ടിക്ക് 22 ലക്ഷം രൂപ അതിനും വിലയുണ്ട് ഇതിനും വിലയുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള പകുതി ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും അതിനകത്തില്ല. ഒരു ഒറ്റ ഡിസ്പ്ലേ. പിന്നെ ഹെഡ്ലൈറ്റ് ആണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ലുക്ക് വൈസിൽ എങ്ങനെയാണ് ഈ വണ്ടി അതിനേക്കാളും പക്ക ലുക്കായിട്ട് എന്റെ ഇതിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഓരോരുത്തർക്കും അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഈ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് എടുക്കാം. കാരണം ഈ ഒരു റെഫറൻസ് വരുമ്പോഴാണ് നിങ്ങളുടെ ഐഡിയ മാറുന്നത്. ഏത് വണ്ടി ഞാൻ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ വണ്ടി മതിയോ, ഇതൊക്കെ ഈ ഒരു റെഫറൻസാണ് നമുക്ക് ആവശ്യം. എല്ലാവർക്കും വേണ്ടത് ഐഡിയാസാണ്. അപ്പോൾ ഇനി എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റിലേക്കാണ്. വണ്ടിയുടെ വരുന്ന ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് LED ലൈറ്റാണ്. ഇതിൻ്റെ ഫോഗ് ലാമ്പും വരുന്നത് LED ലൈറ്റാണ്. ബാക്ക് ലൈറ്റും എല്ലാം LEDs ആണ് വരുന്നത്. കാരണം പൊതുവേ എല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നതാണ്, നിങ്ങളൊരു മഞ്ഞുള്ള സ്ഥലത്തൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ആ LED ലൈറ്റ് പെനിട്രേറ്റ് ചെയ്യില്ല. അതിന് ഹാലജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞ ലൈറ്റ് തന്നെ വേണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ലൈറ്റ് മാറ്റാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഴയുള്ള സമയത്തൊക്കെ പോകുന്ന സമയത്ത് ബ്രൈറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വെട്ടമില്ല. പൊതുവേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം കിയ പോലുള്ള വണ്ടികൾ പ്രത്യേകിച്ച് ആൾക്കാർ ഭംഗിയിലാണ് ശ്രദ്ധിക്കുന്നത്, അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതലും വണ്ടികളിലെല്ലാം LED ലൈറ്റ്. കാരണം LED ലൈറ്റുള്ള വണ്ടി പല ആൾക്കാരുടെയും താല്പര്യമാണ്. അല്ലെങ്കിൽ LED ലൈറ്റുള്ള വണ്ടികളെല്ലാം ഭയങ്കര ഭംഗിയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കൊക്കെ അറിയാം, രാത്രി പോകുന്ന സമയത്തൊക്കെ ഈ വണ്ടികളിലൊക്കെ ആ LED ബൾബായിട്ട് കാണാൻ നല്ല രസമാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ഹെഡ്ലൈറ്റ് അതിൻ്റെ പെർപ്പസ്ഫുൾ ആവുന്നില്ല. അല്ലെങ്കിൽ ഈ മിസ്റ്റിനെ പിടിക്കാനോ അല്ലെങ്കിൽ ഈ ഇത് നല്ല ഹെവി റെയിൻസിൽ പോകുമ്പോൾ നമുക്കിത് പെർപ്പസ്ഫുൾ ആവുന്നില്ല എന്ന് നിങ്ങളെ കിയയിൽ ആരെങ്കിലും ഒഫീഷ്യൽസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരോട് ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരിക്കും. നമ്മുടെ ഈ വണ്ടിയുടെ എഞ്ചിൻ 1.5 ലിറ്റർ CRDA എഞ്ചിനാണ്. 4 വാൽവ് 4 സിലിണ്ടർ. അപ്പോൾ ഇതിനകത്ത് വണ്ടിയുടെ പവർ വരുന്നത് 114 bhp പവറും 250 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. ഇത്രയും പവർഫുൾ എഞ്ചിനാണ്. നമുക്കൊരു യാത്ര പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നല്ല സ്പീഡ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ആ എഞ്ചിനിൽ നിന്ന് ആ റെസ്പോൺസ് നമ്മൾ കിട്ടണം. ആ ഒരു റെസ്പോൺസ് നമുക്ക് ഈ വണ്ടിയിൽ ഫീൽ കിട്ടുന്നുണ്ട്. ലാഗൊന്നും സാധനമില്ല. അത് IMTയുടെ നമ്മൾക്ക് ആ ഒരു ഗിയർ ഇട്ട് ഒഴിഞ്ഞാൽ എനിക്കിഷ്ടം. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് ചുമ്മാ ആക്സിലേറ്റർ ഉള്ളിൽ നമ്മൾ കുറയ്ക്കണ്ട, ചുമ്മാ മാറിപ്പോവാം. അപ്പോൾ വണ്ടി നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് വണ്ടി നല്ല കയറും. ക്ലച്ച് ഇല്ലാത്തൊരു വണ്ടി. കാരണം ഈ ഒരു കോൺസെപ്റ്റ് തന്നെ പല ആൾക്കാരും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ഫീലിംഗ് നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റെസ്പോൺസ് വണ്ടിയിൽ നിന്ന് കിട്ടാറുണ്ടോ? ഡൗൺ ചെയ്യണം ഗിയർ. ഇപ്പം നമ്മൾ 6th ഗിയറിൽ എന്തൊരു മടുപ്പ് തോന്നി എനിക്ക് അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെടാത്ത നമ്മളിപ്പോൾ ഞാനൊരു ചുരം കയറിയ സമയത്ത് ഡൗൺ ചെയ്ത് ഫസ്റ്റിലിടണം. അതൊരു ഡ്രോബാക്ക് പോലെ എനിക്ക് തോന്നി. കാര്യം അങ്ങോട്ട് നമ്മൾ എൻ്റെ പോളോ ആണെങ്കിലും നമ്മൾ സെക്കൻഡിലൊക്കെ അവിടെ ചവൻ ചിട്ടിട്ട് കയറിപ്പോ. പക്ഷെ ഇത് ആ ഒരു സാഹചര്യം ഇച്ചിരി ശോകമാകുന്നു. പിന്നെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് IMT നമുക്ക് ചില സമയത്ത് ദേഷ്യം വരും. കാര്യം എടുത്തൊരു ലാഗ് അടിച്ച് പിന്നെ ഒന്ന് എടുത്ത് ചാടും പുറകോട്ട്. അപ്പം നമുക്കതൊരു ആദ്യം പഠിച്ചാൽ പിന്നെ എളുപ്പമാണ്. പക്ഷെ ആദ്യം എടുക്കുന്ന ആൾക്കാർക്ക് അതൊരു പ്രശ്നം വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഓടിച്ച് കഴിയുമ്പോൾ അത് പഠിച്ച് കഴിയുമ്പോൾ റെഡിയാവും എന്നാ പറഞ്ഞു. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് പല ചുരങ്ങൾ കയറുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് പൊതുവെ ക്ലച്ച് കരിയുന്ന മണവും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. പൊതുവെ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളിലേക്ക് ഈ മണം അടിച്ച് കയറുക എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു ഭയങ്കര വലിയ ദുരന്തമായിട്ട് അല്ലെങ്കിൽ ഒരു മോശം അവസ്ഥയായിട്ട് തോന്നാറ്.
ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നിങ്ങളിതുപോലെ വണ്ടി ചൂടായി ക്ലച്ച് കയറിയുന്ന മണം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു മണം ഫീൽ ചെയ്യാറുണ്ട്? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതായത് അവരെടുത്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു, നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളിപ്പം IMT ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ IMTക്ക് ഒരു കംപ്ലൈൻറ്റ് കാണുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെ എടുത്തത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോൾ ഒരു ബ്ലോക്ക് വന്നു, ഫസ്റ്റ് ഗിയറിൽ ആരും മാറ്റുന്നില്ല, ക്ലച്ചില്ല. അപ്പോൾ ഈ ഫസ്റ്റ് ഗിയറും ബ്രേക്കും പിടിക്കും. ബ്രേക്ക് കഴിക്കുമ്പോൾ വണ്ടി മുമ്പോട്ട് പോകും, പിന്നെയും ചവിട്ടും. അപ്പോൾ അതിന് ക്ലച്ച് അതിനനുസരിച്ച് എൻഗേജ് ആവത്തില്ല. അത് നമുക്ക് അവർ മെക്കാനിക് നമ്മൾ ടെക്നീഷ്യൻ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ നോട്ടിടും, പ്രശ്നമില്ല. ഇതിപ്പോൾ ഇവർ പറഞ്ഞാൽ ഈ ഹൈ ഹീറ്റ് അടിക്കും ഈ വണ്ടി, ട്രാൻസ്മിഷൻ ഹൈ എന്ന് കാണിക്കും. എനിക്കിതുവരെ കാണിച്ചില്ല, പക്ഷെ എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സിന് കാണിച്ചു. വണ്ടിയുടെ വാറണ്ടി, ഈ വണ്ടിക്ക് വാറണ്ടി പറയുന്നത് 3 വർഷവും അൺലിമിറ്റഡ് കിലോമീറ്റർ. അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ശരിക്കും. 3 വർഷം അൺലിമിറ്റഡ്. കാരണം സാറിന് ഇത്ര കിലോമീറ്റർ എന്ന് പറയും, ഇത് അങ്ങനെ സംഭവമില്ല. അൺലിമിറ്റഡ് കിലോമീറ്റർ. അപ്പോൾ എന്നെ പോലെ ഓട്ടം കൂടുതലുള്ള ആൾക്കാർക്ക് ഇത് നമുക്ക് ലാഭമാണ്. പക്ഷെ ഞാനപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തു. അപ്പൊ 5 വർഷം എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തു. അതെനിക്ക് തോന്നുന്ന ഏകദേശം ഒരു കറക്റ്റ് ഞാൻ ഓർക്കുന്നത് എത്ര 20-21 രൂപ ഉണ്ടായി. അപ്പോൾ ടോട്ടൽ 5 വർഷം, 2 വർഷം കൂടെ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി. എന്നെ സംബന്ധിച്ച് എനിക്ക് ലാഭമാണ്. 23 വണ്ടി വേണം, എനിക്ക് 24 തന്നെ വേണം. അപ്പോൾ 24 വണ്ടി ഉണ്ട് സാറേ, പക്ഷെ അത് ബില്ല് ചെയ്യണം. അപ്പോൾ തന്നെ നമ്മൾ ലോൺ പാസ്സാക്കി ബില്ലടിച്ച്. നമ്മൾ എടുത്തിരിക്കുന്നത് STX Plus IMT എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ഡീസൽ വേരിയൻ്റ് എടുത്തപ്പോൾ എത്ര രൂപയാണ്? 22 ലക്ഷം രൂപയായി. 22 ലക്ഷം രൂപ. ഓക്കെ. ഇത്രയും വില കൊടുത്ത് 22 ലക്ഷം രൂപ കൊടുത്തൊരു വണ്ടി എടുക്കുമ്പോൾ ആ ഒരു വാല്യൂ ഫോർ മണിയാണ് അല്ലെ, എല്ലാം ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള ഇപ്പോൾ നോർമലി ഇപ്പോൾ വണ്ടികൾക്കെല്ലാം നല്ല വിലയാണ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഈ ഒരു ടൈപ്പ് വണ്ടി വേണമെങ്കിൽ ഒരു 15 to 25 വണ്ടി ഉള്ളത്. ഓക്കെ. അപ്പോൾ ഞാനപ്പോൾ നോക്കിയോണ്ടല്ലേ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പം ഫീച്ചേഴ്സും ലുക്ക് വൈസിലും വണ്ടി അടിപൊളിയാണ്. ഓക്കെ. അപ്പം നോക്കിയപ്പോൾ ആ ഒരു വിലയും ബാക്കി ഞാൻ നോക്കിയ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫാർ ബെറ്റർ ആയിട്ട് തോന്നി. മൈലേജിന് മൈലേജ്, സ്റ്റൈലിന് സ്റ്റൈല്, എന്നാൽ ഇൻറ്റീരിയറും അടിപൊളിയാണ്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. കാര്യം വില എല്ലാത്തിനും കൂടുതലാണ്. ഓക്കെ. ഈ ഒരു ടൈപ്പ് വണ്ടിക്കെല്ലാം നല്ല വിലയാണ്. നമ്മളിപ്പം വീഡിയോ ചെയ്യുന്നത് ചൗട്ടേരിയുള്ള XD അല്ലേ? അവിടെ നമ്മൾ ഗ്രാഫൈൻ ചെയ്യാനാണ് ഈ വണ്ടി. ഗ്രാഫൈറ്റ് അത് ഒത്തിരി വർക്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു അടിപൊളി വീഡിയോ നമ്മുടെ ഇന്ന് സെൽറ്റോസിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ബ്രോ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഇതുപോലെ അല്ലേ ഇനിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കമൻസ് ആയിട്ട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാനായിട്ട് ബ്രോയോട് ചോദിച്ചിട്ടായിരിക്കും കൊടുക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.